2016 കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സിവിൽ സപ്ലൈസ് സ്റ്റോറുകൾ മുഖേന നാം കൊടുത്തിരുന്ന 13 ഇനം ആവശ്യ സാധനങ്ങൾ. പക്ഷെ 2016 അതേ വിലക്ക് ഈ 13 ഇനം സാധനങ്ങൾ ലഭിക്കുക. ഏതാനും മാസങ്ങളായി ചില അവശ്യ സാധനങ്ങളുടെ കുറവ് വന്നപ്പോൾ അത് കേരളീയ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എത്ര വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് കഴിഞ്ഞ 7.5 വർഷക്കാലമായി ഈ സംവിധാനം നൽകിയിരുന്നത് എന്നതിന്റെ തെളിവാണ് സാർ. സപ്ലൈകോയ്ക്ക് പൊതുവിപണിയിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. ഒന്നുമായി മാധ്യമങ്ങൾ മന്ത്രിയുടെ മണ്ഡലത്തിലടക്കമുള്ള കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലെയും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോയി അവിടെയുള്ള സാധനങ്ങളുടെ സബ്സിഡി റേറ്റിലുള്ള സാധനങ്ങളെ പറഞ്ഞു. 3-4 ഐറ്റത്തിൽ കൂടുതൽ ഒരു ഔട്ട്ലെറ്റിലും ഉണ്ടായിരുന്നില്ല. 3 നമുക്ക് വെള്ളത്തിലിട്ട് വേവിക്കാനുള്ളതൊന്നുമില്ല. ഉഴുന്നും പരിപ്പുണ്ട്, 1 കിലോ വെളിച്ചെണ്ണയും കിട്ടി. തന്നെ ഉണ്ടെന്ന് TV പറയില്ല, അല്ലാണ്ട് ഒന്നുമില്ല. 13 സാധനങ്ങളുടെ വിലയിൽ കഴിഞ്ഞ 6 അത് ഇച്ചിരി വെളിച്ചെണ്ണക്ക് അവർ 1/2 കിലോ വെളിച്ചെണ്ണ കൊടുത്തടത്ത് 1 കിലോ ആക്കി, പകുതി സബ്സിഡി പകുതി വില. എല്ലാം പറ്റിക്കലാന്നേ. അവശ്യ സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ റെഡിയാണെന്ന ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ അവകാശവാദം പൊള്ളാം. നമുക്ക് ആവശ്യമുള്ള സാധനമൊന്നുമില്ല. പഞ്ചസാരയൊക്കെ വന്നിട്ട് ഒത്തിരി നാളുകളായി. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്.